വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസവ്വിജുൽ മർഅതു അൽ മർഅത വലാ തുസവ്വിജുൽ മർഅതു നഫ്സഹ. റവാഹു ഇബ്നു മാജ വദാറഖുത്നി വറിജാലുഹു സിഖാത്ത്. വിവാഹവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇബ്നു മാജ ദാറഖുത്നിയൊക്കെ രേഖപ്പെടുത്തിയത്. ലാ തുസവ്വിജുൽ മർഅതു അൽ മർഅത, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കരുത്, എന്നുവെച്ചാൽ വലിയ ആകരുത് അർത്ഥം. വലാ തുസവ്വിജുൽ മർഅതു നഫ്സഹ, ഒരു സ്ത്രീക്ക് സ്വയം വിവാഹിതയാകാനും പാടില്ല. സ്വന്തം ഞാൻ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നു പറയാൻ പാടില്ല അർത്ഥം. ഇപ്പൊ കഴിഞ്ഞ ഹദീസുകളുടെയൊക്കെ ഒരു വിശദീകരണം മാതിരിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഒരു വലിയ ആവശ്യമാണ്. അതൊരു പുരുഷനായിരിക്കണം. അത് അവളുടെ പിതാവ് അല്ലെങ്കിൽ അയാളുടെ പിതൃ സഹോദരന്മാർ അല്ലെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാമെങ്കിൽ അങ്ങനെയും അവർക്കൊക്കെ വലിയ ആകാം. അപ്പൊ അങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരു വലിയായ പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുകയല്ലാതെ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു സ്ത്രീ സ്വയം തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാതെ വിവാഹിതയാകാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നു. വേറെയും ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ. ആശയം സ്ത്രീയെ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. അപ്പോഴാണ് അതിന്റെ വിവാഹമായി മാറുകയുള്ളൂ എന്നർത്ഥം. പുരുഷനെ സംബന്ധിച്ച് അങ്ങനെ ബാധ്യത ഇല്ല. വന്നാഫിൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിശ്ശിയാരി വശിയാർ യുസവ്വിജ റജുലു ഇബ്നതുഹു അലാ യുസവ്വിജുഹു ആഖർ ഇബ്നതുഹു വലൈസ ബൈനഹുമാ സദാഖുൻ മുത്തഫഖുൻ അലൈഹി. നാഫി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഗാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹ രംഗത്ത് ഷിഗാർ വിരോധിച്ചിരിക്കുന്നു. ഷിഗാർ എന്ന് പറഞ്ഞ ആ രീതിയിൽ വിവാഹം പറ്റൂല എന്നാണ്. എന്നിട്ട് അതിന് വിശദീകരണം നൽകുന്നത് ഷിഗാർ എന്ന് പറഞ്ഞാൽ അത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന നാഫിയാണ് പറയുന്നത്. വഷിയാറു യുസവ്വിജ റജുലു ഇബ്നതുഹു അലാ യുസവ്വിജുഹു ആഖറു ഇബ്നതുഹു വലൈസ ബൈനഹുമാ സദാഖുൻ. ഒരാൾ തൻ്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, അയാളെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മഹർ കൊടുക്കാതെ അങ്ങനെ നടത്തുന്ന വിവാഹം റസൂൽ വിരോധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആ രീതിയിൽ മഹർ കൊടുക്കാതിരിക്കാൻ, പെങ്ങളെ അങ്ങോട്ടും കെട്ടിച്ചു കൊടുക്കുക, അവൻ്റെ പെങ്ങളെ ഇങ്ങോട്ടും കിട്ടുക, സംഗതി അനുവദനീയാണ്. പക്ഷെ രണ്ടാൾക്കും മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, നമുക്ക് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്നത്, അതിനാണ് ഷിഗാർ എന്ന് പറയുന്നത്. ആ രീതിയിൽ നടക്കുന്ന കല്യാണം, മഹർ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കല്യാണം, ആ രീതിയിൽ കല്യാണം കഴിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആ മഹർ നിർബന്ധമാണ്, വലിയും നിർബന്ധമാണ്, അതില്ലാതെ പറ്റില്ല. മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഈ മഹർ വിശുദ്ധ ഖുർആനിൽ ഒരു 1/2 ഡസനിലധികം ആയത്തുകളുണ്ട്. അതിൻ്റെ ഒരായത്ത് വാത്തു നിസാ സ്വതുക്കാത്തിഹിന്ന നിഹലത്തൻ, സ്ത്രീകൾക്ക് അവരുടെ സ്വതുക്കാത്ത് മഹർ സ്വതന്ത്രമായി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, അവർക്ക് മഹർ കൊടുക്കണം. ആ മഹറിന്റെ അവകാശം സ്ത്രീക്കാണ്, സ്ത്രീയുടെ ബാപ്പാക്കല്ല, സ്ത്രീന്റെ രക്ഷിതാവിനല്ല, അത് സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അവർക്കത് സ്വതന്ത്ര വിനിമയം നടത്താം, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും സത്വത്തിന്റെ കാര്യത്തിൽ. അത് ഭർത്താവിന് പിന്നീട് സഹായമായിട്ട് കൊടുക്കാം, അതൊക്കെ അവളുടെ ഇഷ്ടമാണ്. ഞാൻ തന്നേല്ല പറഞ്ഞാൽ വാങ്ങാൻ പാടില്ല, ഏതായാലും വാങ്ങാൻ പറ്റൂല, മഹറും വാങ്ങാൻ പറ്റൂല. എന്നാലും സ്ത്രീക്ക് ഖുർആൻ തന്നെ പറയുന്നത്
സ്വമേധയാ ഭർത്താവിനൊരാവശ്യം വരുമ്പോൾ അത് കൊടുത്ത് സഹായിക്കുന്നതിന് വിരോധമല്ല, അത് അവളുടെ ഇഷ്ടമാണ്. അതിനൊക്കെ അനുവാദമുണ്ട്. അത് വാങ്ങാൻ പാടില്ല. ആ മഹർ നിർബന്ധമാണ്. മഹർ തിരിച്ചു വാങ്ങാൻ അവകാശമുള്ള വകുപ്പുകൾ: ഒന്ന്, ഒരു സ്ത്രീ ഭർത്താവിനെ വിവാഹമോചനം നടത്തുകയാണ്. തലാക്ക്, ഇങ്ങോട്ട് പറഞ്ഞ തലാക്ക് എന്ന് പറയും, അങ്ങോട്ടുള്ള ഹുൽ, വിവാഹബന്ധം അഴിച്ചൊഴിവാക്കുക. അങ്ങനെ അവളുടെ ഭാഗത്തു നിന്നാണ് ആവശ്യവും, അവളാണ് ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത്, അവളുടെ കാര്യമാണ് ഒഴിവാക്കലെങ്കിൽ അവൾ എന്ത് ചെയ്യണം? അവൾക്ക് കൊടുത്ത മഹർ തിരിച്ചു കൊടുത്തിട്ടാണ് ഒഴിവാക്കേണ്ടത്. അത് അവളുടെ ആവശ്യമായതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം മഹർ വാങ്ങാൻ പാടില്ല. അത് അയാൾക്ക് ചോദിക്കുകയും ചെയ്യാം. എൻ്റെ മഹർ തരണം എന്ന് അയാൾക്ക് ചോദിക്കുകയും ചെയ്യാം. അവകാശമാണ്, ചോദിക്കുക. ആണ് മഹർ ഒഴിവാക്കാനുള്ള അവകാശം. അതേപോലെ തന്നെ ഉണ്ട് കുറെ മഹറിന്റെ കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് മഹർ കൊടുക്കണം. മഹർ നേരത്തെ നിശ്ചയിച്ചിട്ട് കല്യാണം നടത്താം, പക്ഷെ അത് കൊടുത്തിരിക്കണം. മുമ്പ് കാലത്തൊക്കെ ഇപ്പൊ നമ്മളേക്ക് വാപ്പപ്പാരൊക്കെ കാലത്ത്, വാപ്പാരെ കാലത്തോ വലിയപ്പാരെ കാലത്തോ ഒക്കെ നടത്തിയിരുന്നൊരു സംഗതി, നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്ന സംഗതി, മഹർ നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്ന മഹർ കൊടുക്കൂല. അത് കൊടുക്കൂല. അന്ന് മഹർ കൊടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ വയത് പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ പ്രസ്ഥാനമൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്ന് മാറ്റിയല്ലോ, ആ കൂട്ടത്തിൽ പരിഷ്കരിച്ച സംഗതിയാണിത്. അന്ന് കൊടുക്കാതെ വിവാഹം നടത്തും. എന്നിട്ട് പിന്നെ ആ മഹർ കണക്ക് പറയപ്പോഴാ അറിയോ? അവര് ചോദിക്കൂല ഈ പെണ്ണ്. കാരണം പിന്നെ ഇപ്പൊ എന്താ മഹർ ചോദിക്കണു ഉപരോട് എന്നുള്ള അങ്ങനെ ഉണ്ടല്ലോ. ഓല് വിവാഹിതരായി ഒന്ന് ജീവിക്കും. ഇപ്പൊ എന്റെ മഹർ വന്നിട്ടില്ല, എന്റെ മഹർ എന്നെല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അത് അങ്ങനെ ഇവരാണ് ചുളിവില് ഒഴിവാക്കും. പിന്നെ അത് ഇടപാട് തീർക്കൽ എപ്പോഴാന്ന് വെച്ചാൽ ഇവിടെ തലാക്കല്ലേണ്ട ഒരു ആവശ്യം വരും എപ്പോഴെങ്കിലും. അങ്ങനെയും സംഭവിക്കാലോ. അപ്പോഴാണ് ആ പണ്ടത്തെ മഹർ കിട്ടിയില്ല, മഹർ കൊടുക്കണം. അപ്പോഴാ തലാക്കല്ലുമ്പോഴാ മഹർ കൊടുക്കല്. തലാക്കല്ലുമ്പോൾ മഹർ കൊടുക്കല, അല്ല കല്യാണത്തിനല്ല മഹർ കൊടുക്കുക. അങ്ങനെ സംഗതി ഉണ്ടായിരുന്നു, വ്യാപകമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ കേസുകളിലൊക്കെ, പഴയ കേസുകളിലൊക്കെ അങ്ങനത്തെ ചർച്ചകളൊക്കെ വരലുണ്ടായിരുന്നു. ഈ കോടതിയിൽ വരുന്ന കേസുകളിൽ ഇനി മഹർ അപ്പളാ കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. മഹർ ആദ്യം കൊടുക്കണം, ഇല്ലെങ്കിൽ പറഞ്ഞ് ഇടപാട് പറഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കണം. ഫരീള, അതൊരു നിർബന്ധ ബാധ്യതയാണ്. അത് കൊടുത്തിരിക്കണം. അത് അവളുടെ അവകാശമാണ്. അവൾക്ക് ചോദിക്കാനും അവകാശമുണ്ട്. അപ്പോൾ മഹർ വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അത് എന്ത് എന്നുള്ളത് പെണ്ണിന് പറയാം, അല്ലെങ്കിൽ കൂടി ആലോചിച്ചിട്ട് അഭിപ്രായം പറയാം. ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ആ നാട്ടിൽ അവിടുത്തെ പൊതു സമൂഹത്തിന്റെ നിലവാരം അനുസരിച്ച് എത്രയാണ് കിട്ടുന്നത്, അങ്ങനെ എല്ലായിടത്തും ഒരു നിലവാരം ഉണ്ടാവും. ഈ മാർക്കറ്റ് റേറ്റ് മാതിരി തന്നെയാണ്. ആ നിലവാരം അനുസരിച്ച് അവൾക്ക് മഹർ ആവശ്യപ്പെടാം. അത് അവൾക്ക് കൊടുക്കും വേണം. ഇപ്പൊ ഇന്നലെ നമ്മൾ വായിച്ച ഹദീസിൽ റസൂല് മഹറൊന്നും കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുത്തല്ലോ. ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടോ ചോദിച്ചാവില്ല. ഒരു ഇരുമ്പിന്റെ മോതിരമില്ല. അവസാനം തുണിയുണ്ട്, അത് പകുതിയാക്കിയാൽ ഓന് കൊടുക്കാൻ കഴിയില്ല, ഓക്ക് കൊടുക്കാൻ കഴിയില്ല. അതും വേണ്ടായിരുന്നു നബി. അവസാനം പഠിച്ച ഖുർആന്റെ അടിസ്ഥാനത്തിൽ എത്ര ഹിഫ്ളുണ്ട് നബി ചെല്ലിച്ചു. എന്നിട്ട് കൊണ്ടേക്കാട് അത് പഠിപ്പിച്ചു കൊടുത്തോളം അറിഞ്ഞാണ്ട് ആ മഹറാണ് കൊടുക്കാണ്ട്. അല്ല ഒന്നുമില്ല, പെരയിൽ ഉപയോഗിക്കിട്ടൊരു സാധനവുമില്ല. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടെങ്കിലും മഹറാക്കി നിശ്ചയിച്ചിട്ടേ. മഹറില്ലാത്ത വിവാഹം പാടില്ല. പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതില് അവൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, അവൾ ആവശ്യപ്പെടുന്നത് കൊടുക്കാം. നല്ല മഹർ കൊടുക്കുന്നവരുണ്ട്, നല്ല സംഖ്യ കൊടുക്കുന്നവരുണ്ട്, അവനാന്റെ കഴിവനുസരിച്ച് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ അവനാന്റെ സാമൂഹിക നിലപാടും അവരുടെ സ്റ്റാറ്റസും ഒക്കെ അനുസരിച്ച് അവർക്ക് ചെയ്യാം. അതിനൊന്നും വിരോധമൊന്നുമില്ല മതത്തില്. അതൊക്കെ അവനാന്റെ സൗകര്യം പോലെയാണ്. പക്ഷെ മഹർ കൊടുത്തിരിക്കണം വിവാഹത്തിന്. അത് കണിഷാണ്. മഹർ കൊടുക്കാത്ത വിവാഹം പറ്റില്ല എന്ന് തന്നെയാണ്. അത് പറഞ്ഞിങ്ങനെ പൊരുത്തപ്പെടിക്കലൊക്കെ ഒരു നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. കൊടുത്തുകാണ്ട് പിന്നെ ഇങ്ങോട്ട് വാങ്ങലും കൊടുക്കാത്ത പൊരുത്തപ്പെടിക്കലും ഒക്കെ നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അതൊന്നും സ്വീകാര്യമല്ല. അങ്ങോട്ട് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അപ്പൊ അത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ഈ ആതൈതുമുഹുന്ന ഖിൻതാറൻ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അവർക്കൊരു ഒരു കൂമ്പാരം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങരുത് പറഞ്ഞിട്ടുണ്ട്. അത് മഹറിനെ പറ്റി മാത്രമല്ല, മൊത്തത്തിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഖിൻതാർ എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം എന്നാ, അതിനെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങരുത്
എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് കൊടുത്തോ ഇങ്ങോട്ട് വാങ്ങാൻ കണക്ക് പറഞ്ഞ് വാങ്ങരുത്. അത് പെണ്ണാണെന്നുള്ളൊരു ആനുകൂല്യം ആൾക്ക് എല്ലാ വിഷയത്തിലും ഉണ്ട്. അത് ആ വിഷയത്തിലും കൊടുക്കുക വേണം. അത് കൊടുത്ത് ഒഴിവാക്കുക എന്നല്ല, ഇങ്ങോട്ട് തിരിച്ചു വാങ്ങണ ചോദിക്കണ പരിപാടി പറ്റില്ല. ആണായിട്ട് തന്നെ നിൽക്കണം എന്നർത്ഥം. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൽ മഹർ ഒഴിവാക്കാൻ എടുക്കുന്ന ഒരു തന്ത്രമാണിത്. അങ്ങോട്ടും കെട്ടിച്ചു കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ടും കെട്ടുക, അങ്ങോട്ട് മഹറില്ലാതാക്കുക. അത് പാടില്ല എന്ന്. കെട്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുക, അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കുക. അങ്ങോട്ടും ഈ പറഞ്ഞ രീതിയിലൊക്കെ കല്യാണം നടക്കുക. നിയമപരമായിട്ട് അനുവാദമുണ്ട്. പക്ഷെ മഹർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇത് നിയമം. അതാണ് ഇതിൽ വിഷയം. ഒരു ഹദീസ് കൂടി ഉള്ളത്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന ജാരിയത്തൻ ബിക്രൻ അത്തത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറത് അന്ന അബാഹാ സവ്വജഹാ വഹിയ കാരിഹത്തുൻ ഫഖയ്യറഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ജാരിയത്തൻ ബിക്റൻ അത്തത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബിക്ർ, കന്യകയായ അഥവാ ഒന്നാം കെട്ടുകാരിയായ ഒരു പെൺകുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് അവര് റസൂലിനോട് പറയണം, അന്ന അബാഹ സവ്വജഹാ വഹിയ കാരിഹത്ത്. അവളുടെ വാപ്പ അവളെ നിർബന്ധിച്ച് അവൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് താല്പര്യമില്ല, വാപ്പ കെട്ടിച്ചു കൊടുത്തു. ഫഖയ്യറഹാ റസൂലുള്ളാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് ആ വിവാഹം തുടരാനോ ഒഴിവാക്കാനോ അനുവാദം കൊടുത്തു. വാപ്പ നിർബന്ധിച്ച് പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ചു കൊടുത്ത ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. റസൂൽ എനിക്ക് വേണമെങ്കിൽ നിന്നോ, വേണമെങ്കിൽ ഒഴിവാക്കാറ്. ഇതിന്റെ വേറെ റിപ്പോർട്ട് വിശദമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ സംഗതി അതിന്റെ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കിനെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ വിവാഹ അനുവാദമുണ്ട്. കുടുംബ ബന്ധത്തിലുള്ള ഒരാളാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നതിന് സാമ്പത്തിക മോഹങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ടാവും. മുതൽ പോകാതെ വെക്കാനും അത് തന്നെ നിൽക്കട്ടെ, അങ്ങനെയല്ലേ ഒരു കല്യാണം കഴിച്ചു കൊടുക്കുക. മുതൽ അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ നമ്മളെ ഈ കുടുംബത്തിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചാണല്ലേ തരികയുടെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത അമ്മാവൻ്റെ ഒരു മകനും തോന്നാണെന്ന് തോന്നുന്നുണ്ട് ഓർമ്മയിൽ. അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ആ പെൺകുട്ടി നബിൻ്റെ അടുത്ത് പോയി വന്ന് പറഞ്ഞു, നബിൻ്റെ വാപ്പനെ നിർബന്ധിച്ച് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തുടരാ, അല്ലെങ്കിൽ ഒഴിവാക്കി കളാ. ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് അതിലേറെ ശ്രദ്ധയായിട്ടുള്ളത്. നബിയെ, ഞാനത് തുടർന്നോളാം, വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ, ഞാൻ തുടർന്നോളാം. പക്ഷെ ഞാൻ അതിവിടെ ഒന്ന് അഭിപ്രായം ചോദിക്കാനുള്ളൊരു കാരണം, ഈ വിഷയത്തിൽ പെൺകുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യം എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം എല്ലാവരും അറിഞ്ഞല്ലേ വിഷയം, അത് മതി, ഞാൻ വാപ്പ ചെയ്തു തന്നതല്ലേ, ഏതായാലും ഞാൻ തുടർന്നോളാം, ഒഴിവാക്കണില്ലായിരുന്നു. ആണ് ശരിക്കും ആ സംഭവം, മുഴുവൻ സംഭവം അങ്ങനെ. അപ്പോൾ പെൺകുട്ടി പറഞ്ഞ വാചകമാണ് ഇതിൽ ശ്രദ്ധയായിട്ടുള്ളത്. ഇതിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവകാശം ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചു തരുന്നത്. അപ്പോൾ അത് പെൺകുട്ടികൾക്കെല്ലാം അധികാരവും അവകാശവും ഉണ്ട്, അവരുടെ അഭിപ്രായം ചോദിക്കണം ഒക്കെ ഉണ്ട്. ഇപ്പോൾ പഴയ കാലം മാതിരിയല്ല ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് എല്ലാത്തിലും അഭിപ്രായമുള്ള കാലമാണ്. ഓല ആര് കെട്ടണമെന്നും ഓല യോഗ്യത എന്താണെന്നും ഒക്കെ ഒരു തുറന്നു പറയും. പഴയമാര് നാണം കുടുങ്ങി നിൽക്കൊന്നുമില്ല. അപ്പോൾ ശരിക്ക് പറയും, അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അവരതിൻ്റെ പേരിൽ കൊടുക്കാൻ പാടില്ല. അത് ആ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാമികമായ മര്യാദകളൊക്കെ പാലിക്കണം. സ്വാതന്ത്ര്യമുണ്ട്, ഇസ്ലാമികമായ നിയമങ്ങൾ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ആ വിവാഹം നല്ലവർക്ക് നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഈ മഹർ കൊടുക്കലും പെൺകുട്ടിയുടെ അവകാശങ്ങളൊക്കെ ഇസ്ലാം ശരിക്കും അനുഭവിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലാത്ത നിലക്കുള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ മതത്തിൻ്റെ പേരിൽ വെറുതെ ആരോപിക്കുകയാണ്. അപ്പം അത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അഅലം.